കുറച്ച് ദിവസമായില്ലേ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവരും എന്നോട് ചോദിക്കൽ തുടങ്ങി, എന്താണ് തട്ടുകട തുറക്കലില്ലേ, കമൻറ്റ് വരൽ തുടങ്ങിയിട്ടാ, നിങ്ങൾ തട്ടുകട തുറക്കലില്ലേ, എന്താണ് വീഡിയോ കാണില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ. എന്നെ അറിഞ്ഞവർക്ക് അറിയാം ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇപ്പോൾ 3 മാസമായി. അപ്പോൾ യാത്ര ഒന്നും അങ്ങനെ ചെയ്യലുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചാണ് പോകാണ്ട് കടല അവിടേക്ക്, അതുകൊണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ട് വീഡിയോ ഒക്കെ ഇടാം. അങ്ങനെ ഞങ്ങളിതാ തട്ടുകടയിൽ എത്തിയിട്ടുണ്ട്. റിയാസ്ക്കൊക്കെ ഇതാ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ഇങ്ങനെ കമൻറ്റ് വരാണ്ട് കേട്ടോ, നിങ്ങൾ തട്ടുകട എവിടെയാണ് ചോദിച്ചിട്ട്. കുറ്റിപ്പുറത്ത് എടപ്പാൾ റൂട്ടിൽ കാഞ്ഞിരക്കുറ്റി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ തട്ടുകട വരുന്നത്. തട്ടുകട തുറക്കുന്ന സമയം വൈകുന്നേരം 3:30 4 മണിയൊക്കെ ആ സമയമാകുമ്പോൾ തുറക്കും കേട്ടോ. പിന്നെ രാത്രി ഒരു 12 മണി 12:30 വരെയൊക്കെ ഉണ്ടാവും. ഫുഡ് തീരുന്നതിനനുസരിച്ചാണ് അവർ ക്ലോസ് ചെയ്യൽ. എന്തായാലും 12 1 മണിയാകുമ്പോൾ അവർ അടച്ചു പോരും കേട്ടോ. അങ്ങനെ ഞങ്ങളെ സ്ഥിരം പരിപാടി കേട്ടോ, തട്ടുകടയിലെത്തിയ ഞങ്ങൾ ഫുഡ് അടിച്ചിട്ട് അവിടുന്ന് പോരലുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ ഫുഡ് എത്തിയിട്ടാ. മക്കൾ ബൂസ്റ്റും പൊറോട്ടയും കഴിച്ചത് കേട്ടാ, ഞാൻ കപ്പിയും പൊട്ടിയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടാ. നമ്മൾ രുചിച്ചട്ടിയിലെ വിഭവങ്ങൾ എടുത്ത് പറയേണ്ട ഐറ്റം തന്നെ ബീഫും പൊട്ടി കേട്ടോ. അവിടുത്തെ ബീഫും പൊട്ടി ഒരു രക്ഷയില്ല, ഒരു വട്ടം കഴിച്ചാൽ എന്തായാലും വീണ്ടും വന്ന് കഴിക്കൂട്ടാ. പിന്നെ അത് കപ്പൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണെച്ചെങ്കിൽ അത് വേറെ ലെവലാണ്, പറയേണ്ട ആവശ്യമില്ല. ഒരു വട്ടം വന്ന് ട്രൈ ചെയ്താൽ വീണ്ടും ഒരു എന്തായാലും വരാണ്ടിരിക്കൂല. ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ അത് തള്ളുക നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നമ്മളെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ പറയാമെന്ന അങ്ങനെ ഒരു ഇത് വേണ്ട. നിങ്ങൾ എന്തായാലും വന്നിട്ട് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ എല്ലാവരോടും ഈ വഴിക്ക് പോകുമ്പോൾ എന്തായാലും രുചിത്തട്ടിൽ കയറിയിട്ട് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടാ.